അങ്ങനെ ഐഫോൺ 16 സീരീസ് ലോഞ്ച് ചെയ്തു. ടോട്ടലായിട്ട് 4 ഫോൺസാണുള്ളത്. ഒന്ന് ഐഫോൺ 16, പിന്നെ 16 പ്ലസ്, 16 പ്രോ, 16 പ്രോ മാക്സ്. കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ പ്രോ മോഡലുകളിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ പ്രോ മോഡലുകൾ അങ്ങനെ വലിയ വ്യത്യാസം തന്നെ പറയാനില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് നമുക്ക് നോൺ പ്രോ പറയാം, അതിന് ശേഷം പ്രോയിലേക്ക് വരാം. നോൺ പ്രോ മോഡൽ അതായത് 16 പ്ലസും ഡിസൈൻ വൈസ് കാര്യമായിട്ടുള്ള വ്യത്യാസം തന്നെ വന്നിട്ടുണ്ട്. അതായത് ക്യാമറയുടെ അലൈൻമെൻറ്റിലൊക്കെ തന്നെ വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മറ്റേ സ്പെഷ്യൽ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ഇപ്രാവശ്യം ഐഫോൺ 16ലും 16 പ്ലസിലും കൊണ്ടുവന്നിട്ടുള്ളത്. കാണാൻ ഇതുപോലെയുണ്ട്. എങ്ങനെയുണ്ട്? ബാക്കി ആരൊക്കെയോ ഓർമ്മ വരുന്ന പോലെയൊക്കെ ഉണ്ട് ഒരു ക്യാമറ ലെൻസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ പിന്നീട് പുതിയതായിട്ട് 4 കളർ വേരിയൻറ്റ്സ് വരുന്നുണ്ട്. പുതുതായിട്ടല്ല, 4 കളർ വേരിയൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ പുതിയ കളറും വരുന്നുണ്ട്. ഒന്ന് ബ്ലാക്ക്, പിന്നൊന്ന് വൈറ്റ്, പിന്നൊന്ന് പിങ്ക്, പിന്നൊരു ബ്ലൂ ഷെയ്ഡുള്ളൊരു കളറും കൂടെ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തും കൂടെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൊള്ളാം. പുതിയ കളറൊക്കെ തന്നെ ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. കാണാൻ വെറൈറ്റി ഡിസൈൻ ആണെന്ന് പറയാം, വെറൈറ്റി ആണെന്ന് പറയാം. ഇപ്പോൾ ഐഫോൺ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും അതൊരു വെറൈറ്റി ആണല്ലോ, ആർക്കാണെങ്കിലും കണ്ടാൽ തിരിയും. അതുപോലെ ഈ ഒരു ഡിസൈനും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഗംഭീര ഡിസൈൻ എന്ന് പറയാനില്ല. ഓൾറെഡി ലീക്കും റൂമേഴ്സൊക്കെ വന്ന സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. സോ ഡിസൈൻ വൈസ് അങ്ങനെ തന്നെയാണ്. പിന്നീട് ആക്ഷൻ ബട്ടൺ ഇപ്രാവശ്യം ഈ ഒരു നോൺ പ്രോ മോഡലുകളിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ആക്ഷൻ ബട്ടണാണ്. പിന്നീട് പുതിയൊരു ബട്ടൺ വരുന്നത്, അതായത് ക്യാമറ ബട്ടൺ. ഒരു റൈറ്റ് സൈഡിൽ താഴത്തായിട്ട് ഒരു നമുക്കിപ്പം സൈഡ് മൗണ്ട് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊക്കെ വരാറുണ്ട്. ആ ഒരു ടിപ്പിക്കൽ ആ ഒരു ഡിസൈനിലൊരു സൈഡ് ബട്ടൺ ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അതായത് ക്യാമറ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ഒരുപാട് ക്യാമറ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓപ്പൺ ആവും. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സൂം ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്ത് നമുക്കതിലെ മോഡ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ തന്നെ ഷട്ടർ സ്പീഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് ഉഗ്രനായിട്ട് തന്നെ വീഡിയോസും ഫോട്ടോസും ഈ ഒരു ഐഫോൺസ് വെച്ച് ഇനി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇത് നോൺ പ്രോയിലുണ്ട്, പ്രോ മോഡലുകളിലും ഈ ഒരു ഫീച്ചർ, ഈ ഒരു പുതിയ ബട്ടൺ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത് അത്യാവശ്യം നൈസായിട്ടുള്ള കാര്യം തന്നെയാണ്. വേറെ ഏതൊരു ഫോണിലും അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് നോക്കാം വന്നിട്ട് എങ്ങനെയുണ്ട് യൂസ് ചെയ്യുന്നുള്ള. കാണുന്ന സമയത്ത് അത്യാവശ്യം നല്ല രസമുണ്ട്, കൊള്ളാം. ഈ ഒരു ഐഫോൺ 16 സീരീസിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ ഒരു ആക്ഷൻ ബട്ടൺ അല്ല ക്യാമറ ബട്ടണാണ്. സോ നൈസായിട്ടുണ്ട്. വേറെയും ഒരുപാട് ഫീച്ചേഴ്സൊക്കെ തന്നെ അതിൽ വരുന്നുണ്ട്. നമുക്ക് ക്യാമറ മെയിൻലി നമുക്കിപ്പോൾ ഒരു ക്യാമറ ഫോൺ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ബട്ടണും ഐഫോണിൽ കൊടുത്തിട്ടുണ്ട്. സോ ഉഗ്രമായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഡിസ്പ്ലേയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും തന്നെ വരുന്നില്ല. നോർമൽ ആയിട്ടുള്ള 6.1 ഇഞ്ച് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ പ്ലസ് മോഡലിലാണ് 6.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സോ അതിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നില്ല. ഡൈനാമിക് ഐലൻഡൊക്കെ തന്നെ അവിടെ തന്നെയാണ്. അതിൻ്റെ സൈസിലോ കാര്യത്തിലോ ഒന്നും തന്നെ വ്യത്യാസം ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടില്ല. ഇനി ക്യാമറ 48 MB തന്നെയാണ് പ്രൈമറി ക്യാമറ. പിന്നീട് 12 MB അൾട്രാ വൈഡ് വരുന്നുണ്ട്. പിന്നീട് സെൽഫി ആണെങ്കിൽ 12 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. 4K 16 FPS ഉള്ള വീഡിയോസാണ് നമുക്ക് മാക്സിമം ഇതിൽ വഴി നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ക്യാമറയിൽ അങ്ങനെ സ്പെസിഫിക്കേഷൻ വൈസ് മാറ്റില്ല. അല്ലാത്ത രീതിയിൽ ക്യാമറയുടെ ക്വാളിറ്റിയിലും കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും മാറ്റം എല്ലാ സീരീസിലും വരാറുണ്ട്. അത് ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നീട് പെർഫോമൻസിലാണ് ഏറ്റവും ഒരു ഹൈ എൻഡ് അപ്ഗ്രേഡ് വന്നിട്ടുള്ളത്. അതായത് Bionic 18 ചിപ്സെറ്റാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്. നോർമലി നോൺ പ്രോ മോഡലുകളിൽ പഴയ ചിപ്സെറ്റ് ആർക്കും കൊണ്ടുവരാറുള്ളത്, പക്ഷേ ഇപ്രാവശ്യം പുതു തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ പെർഫോമൻസ് പഴയതിനെ അപേക്ഷിച്ച് ഒരു 13% ഇൻക്രീസ് ഇപ്രാവശ്യത്തെ 16 വരുന്നതായിരിക്കും. സോ പെർഫോമൻസ് ലെവലിൽ ഓൾറെഡി ഐഫോണിനെ പറ്റി പെർഫോമൻസിനൊന്നും യാതൊരു തരത്തിലുള്ള ഇഷ്യൂസ് നമുക്ക് പറയാനില്ല. എന്നാലും പെർഫോമൻസ് ലെവലിൽ ഭയങ്കര അതിൽ ഇൻക്രീസ് നോൺ പ്രോ മോഡലുകളിൽ വന്നിട്ടുണ്ട്. സോ പിന്നീട് ബാറ്ററി ആണെങ്കിൽ തന്നെ നോർമലി ഉള്ള പോലെ തന്നെ ബാറ്ററിയിൽ ലൈഫ് കൂടി. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും വന്നിട്ടില്ല. ഇപ്പോഴും ആ ഒരു പഴയ ടിപ്പിക്കൽ സംഭവം തന്നെയാണ്. സോ അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ചേഞ്ചും വന്നിട്ടില്ല. അപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് പുതുതായിട്ട് ആക്ഷൻ ബട്ടൺ വന്നു, നോൺ പ്രോ മോഡലിൽ ആക്ഷൻ ബട്ടൺ വന്നു, ക്യാമറ ബട്ടൺ വന്നു. ക്യാമറ ബട്ടൺ കുറച്ചും കൂടി ഒരു വെറൈറ്റി സംഭവമാണ്. സോ പിന്നെ പുതിയതായിട്ട് കുറച്ച് കളർ വേരിയൻറ്റ് വന്നു എന്നല്ലാതെ പിന്നീട് പെർഫോമൻസ് ബാക്കി എല്ലാത്തിലും നോർമലായിട്ടുള്ള ചേഞ്ചസ് ആണ്. അങ്ങനെ വലിയ വെറൈറ്റി ആയിട്ടൊന്നും എവിടെയും പറയാനില്ല. പിന്നീട് ആപ്പിളിൻ്റെ ഇൻ്റലിജൻസും വന്നു. അതിപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് കിട്ടില്ല, കുറച്ച് മാസത്തിൻ്റെ അപ്ഡേറ്റിലായിരിക്കും ആ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് വരുന്നത്.
അതിപ്പം ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോ പറയുന്ന പോലെ തന്നെയാണ്. അതായത് ആദ്യം ആൻഡ്രോയിഡിലൊക്കെ വരുന്ന സമയത്ത് IE എന്നൊക്കെ ആക്കിയത് ലാസ്റ്റ് ഐഫോണിൽ വരുന്ന സമയത്ത് വാവ് എന്ന ആ ഒരു സംഭവം തന്നെയാണ്. ടിപ്പിക്കലി ഞാനിപ്പോൾ അവസാനം പറയാം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട്. ഇനി പ്രോ മോഡലുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഡിസൈനിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റം ഇപ്രാവശ്യം വന്നില്ല. സെയിം 15 എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് 16. സോ ആ ഒരു 11 തൊട്ട് അതിൻ്റെ ടിപ്പിക്കൽ പാറ്റേൺ തന്നെ സെയിം ആണ്. യാതൊരു വിധത്തിലുള്ള വ്യത്യാസം ഇപ്രാവശ്യം വന്നിട്ടില്ല. ഒരുപാട് വർഷമായി, നോ ചേഞ്ചസ്, കുഴപ്പമില്ല. പിന്നീട് കളർ വേരിയൻറ്റിൽ പുതിയ കളർ വേരിയൻറ്റ് വരുന്നുണ്ട്. അതായത് നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം വൈറ്റ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ ടൈറ്റാനിയം, കഴിഞ്ഞ വർഷം ടൈറ്റാനിയം വരുന്നുണ്ട്. പിന്നെ പുതുതായിട്ട് ഡെസേർട്ട് ടൈറ്റാനിയം എന്ന് പറയുന്ന ഗോൾഡിഷ് കളർ വേരിയൻറ്റ് കൂടി ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഈ ഒരു ലീക്ക് ആൻഡ് റൂമേഴ്സിൽ വന്ന ആ സെയിം സംഭവം തന്നെയാണ്. ശരിക്കും ഐഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ വരുന്നതും അതേ സെയിം ആയിട്ടുള്ള സെറ്റപ്പ് തന്നെയാണ്. പിന്നീട് ഡിസ്പ്ലേ വൈസ് ആണെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള മാറ്റം ഇപ്രാവശ്യം വരുന്നുണ്ട്. അതായത് പ്രോ മോഡലിലാണെങ്കിൽ 6.3 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. നോർമലി 6.1 ഇഞ്ച് ആയിരുന്നു. പിന്നീട് പ്രോ മാക്സ് 6.9 ഇഞ്ച് ഡിസ്പ്ലേ സൈസാണ് കൊണ്ടുള്ളത്. നോർമലി 6.7 എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. 6.9 എന്നൊക്കെ പറയുമ്പോൾ ഒരു ടാബിൻ്റെ ഒക്കെ സൈസ് വന്നു അത്. നോർമലി ഇപ്പോൾ പഴയ ടാബിൻ്റെ ഒക്കെ തന്നെ സൈസ്, പഴയ ഒരു ബെസലൊക്കെയുള്ള ടാബ് ഉണ്ടാവില്ലേ, അതിൻ്റെ ഓൾമോസ്റ്റ് സൈസ് വന്നു ഈ 6.9 ഇഞ്ച് എന്ന് പറഞ്ഞാൽ. അപ്പം അത്രയ്ക്ക് വലുതാണ്. ഇപ്പോൾ അത്രയും വലിയ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ മാത്രം പ്രോ മാക്സിലേക്ക് പോവാം. അല്ലാത്തവർക്ക് 6.3 ഇഞ്ചിൻ്റെ അത്യാവശ്യം നോർമലായിട്ടുള്ള ഡിസ്പ്ലേ സൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും വലിയ ഇതിലുള്ള ഡിസ്പ്ലേ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പ്രോയിൽ കുറച്ചും കൂടി ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇനി കൂടുതൽ ആൾക്കാരും വാങ്ങാൻ വേണ്ടി പോകുന്നതും ഈ ഒരു പ്രോ മോഡലായിരിക്കും. പ്രോ മാക്സ് അതിങ്ങനെ അധികം ആൾക്കാരും വാങ്ങില്ല. അങ്ങനെ വലിയ ഡിസ്പ്ലേ വേണമെന്നുള്ളൊരു മാത്രം പ്രോ മാക്സിലേക്ക് പോയാൽ മതി. പിന്നീട് 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ തന്നെ ഈ ഒരു പ്രോ മോഡലുകൾക്കൊക്കെ തന്നെ വരുന്നുണ്ട്. ടൈറ്റാനിയം ഫ്രെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇനി ക്യാമറ 48 MB തന്നെയാണ് പ്രൈമറി ക്യാമറ. സെക്കൻഡറി ക്യാമറ 48 MB അൾട്രാവൈഡ് ആണ്. അതൊരു അപ്ഗ്രേഡ് തന്നെയാണ്. നോർമലി 12 MB അൾട്രാവൈഡ് ആയിരുന്നു കഴിഞ്ഞ എല്ലാ വർഷത്തെയും ഐഫോൺസിൽ ഉണ്ടായത്. പക്ഷേ ഇപ്രാവശ്യം അത് 48 MB അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സോ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള അൾട്രാവൈഡ് ഫോട്ടോസ് ഇനി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നീട് 12 MB ഒരു ടെലിഫോട്ടോ, അത് 5x ടെലിഫോട്ടോ ആയിട്ടാണ് വരുന്നത്. സെൽഫി ആണെങ്കിൽ 12 MB സെൽഫി ക്യാമറ തന്നെയാണ്. പിന്നീട് വീഡിയോഗ്രാഫിയിൽ ഏറ്റവും വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഇനി തൊട്ട് 4K 120 FPS സിനിമാറ്റിക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ 4K നമുക്കിനി സ്ലോ മോഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ ഐഫോൺ പ്രോ മോഡലിൽ വീഡിയോയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നീട് ആ ഒരു ക്യാമറ ബട്ടണും ഈ ഒരു പ്രോ മോഡലിലൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പം ആ ഒരു 4K 120 FPS എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ഇവർ ഓരോക്കെ സിനിമയൊക്കെ എടുക്കുന്ന രീതിയിലാണ് ഇത് കാണിക്കുന്നത്. അപ്പം ഇനി ആ ഒരു ഹൈ എൻഡ് ഇപ്പോൾ ക്യാമറയിൽ ഏറ്റവും ബെസ്റ്റ് ഫോൺ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീഡിയോഗ്രാഫിയിൽ ഏറ്റവും ബെസ്റ്റ് ഫോൺ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഫോണിൻ്റെ ടോപ്പ് എൻഡ് മോഡൽ തന്നെയാണ്. അപ്പം പ്രോ മോഡലിൽ 4K 120 FPS വന്നതിൽ വലിയ അതിശയമൊന്നുമില്ല. എന്നാലും ബാക്കിയുള്ളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹൈ എൻഡ് ലെവൽ സെറ്റപ്പ് ഇപ്രാവശ്യം ഐഫോൺ പ്രോ മോഡലിലുള്ള വീഡിയോഗ്രാഫിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ബെറ്റർ തന്നെയാണ്. സോ വീഡിയോഗ്രാഫി കുറച്ചും കൂടി ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് ബയോണിക് 18 Pro എന്ന ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് നോർമലി വരാറുള്ള പോലെ തന്നെയാണ്. അങ്ങനെ വലുതായിട്ട് കാര്യമായിട്ടുള്ള ഒന്നും പറയാനില്ല. ഹൈ എൻഡ് പെർഫോമൻസ് തന്നെയാണ് ഇതിലും കിട്ടുന്നത്. അപ്പോൾ പെർഫോമൻസ് ആയിട്ട് നമ്മൾ ഒരിക്കലും ഐഫോണിനെ പറ്റിയൊന്നും കമ്പയർ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇനി ബാറ്ററിയും നോർമലി ഇപ്പം ഉള്ളതിൽ ഏറ്റവും ദി ബെസ്റ്റ് എവർ ബാറ്ററി ലൈഫാണ് 15 Pro Max കിട്ടുന്നത്. അതായത് ഇതുവരെ ഇറങ്ങിയ ഐഫോണിൽ ഏറ്റവും കൂടിയ ബാറ്ററി ലൈഫാണ് 15 Pro Max കിട്ടുന്നത്. അത് മാത്രമേ വരുന്നുള്ളൂ. ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടില്ല. ഇനിയും കുറേ ടൈം ചാർജ് ചെയ്യാൻ വേണ്ടി കാത്തിരുന്നാൽ മാത്രമേ ചാർജ് കയറുള്ളൂ. കാരണം ബാറ്ററി ലൈഫ് കൂടുന്നതല്ലാതെ ബാറ്ററി ചാർജിങ് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസം വരുന്നേ ഇല്ല. ഇനിയിപ്പം ഞാനിപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇതിനെപ്പറ്റി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രോ മാക്സിലും വന്നിട്ടുള്ള കാര്യമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയുടെ സൈസ് ഇൻക്രീസ് ചെയ്തു. പിന്നീട് ക്യാമറ അൾട്രാവൈഡ് 48 MB വന്നു. പിന്നീട് 4K 120 FPS നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ക്യാമറ ബട്ടൺ വന്നു. ആപ്പിളിൻ്റെ ഇൻ്റലിജൻസ്, ഇനി അതിനെപ്പറ്റി പറയാം. അതായത് ഇപ്പം ഈ സാംസങ് ഫോൺസിലൊക്കെ ഉള്ള ആ ഒരു സർക്കിൾ ടു സെർച്ച് ഇല്ലേ, അതേ സംഭവം ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ട് ഇവരുടെ ആ ഒരു ക്യാമറ ബട്ടൺ ഉപയോഗിച്ച് ഇപ്പോൾ ഒരു എവിടെയെങ്കിലും പോയിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ, ക്യാമറ ബട്ടണിൽ പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ
ജസ്റ്റ് ആ ഒരു സംഭവം, അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന ആ ഒരു ടിപ്പിക്കൽ സംഭവം തന്നെ ഇവിടെ അത് ചേഞ്ച് ആയിട്ട് വരുന്നു എന്നേ ഉള്ളൂ. വലിയ വ്യത്യാസമൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില AI ഫീച്ചേഴ്സാണ് ഇവരിപ്പോൾ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞത്. ഇതിപ്പം ഈ ബാക്കിയുള്ളവരൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളിപ്പം ഈ സർക്കിൾ സെർച്ചൊക്കെ ബാക്കിയുള്ള ഐഫോൺസ് ആൾക്കാരൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർ പുച്ഛിച്ച് കളയുന്ന സംഭവം ഇനിയിപ്പോൾ ഐഫോണിലൊക്കെ വരുന്ന സമയത്ത് ടിപ്പിക്കലി സംഭവം തന്നെയാണ്. ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടെയും അത് വരുന്ന സമയത്ത് ഉണ്ടാവുന്നേ ഉള്ളൂ. സോ ടിപ്പിക്കലി സംഭവം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വന്നിട്ട് വരുന്നുണ്ട്. പിന്നീട് ഇമോജീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നീട് അങ്ങനെ ഓൾറെഡി ഉള്ള കാര്യം തന്നെ ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട് വരുന്നതെന്നേ ഉള്ളൂ ആപ്പിൾ ഇൻ്റലിജൻസിൽ. ബാക്കി കൂടുതലായിട്ടൊന്നും അതിനെപ്പറ്റി പറയാനില്ല. സോ അതൊക്കെ തന്നെയാണ്. അങ്ങനെ വലുതായിട്ട് ഗംഭീരമായിട്ടൊന്നും അതിനെപ്പറ്റി നമുക്കിവിടെ പറയാനില്ല. അപ്പോൾ ഐഫോൺ 16 സീരീസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് പറയാം. നോൺ പ്രോ മോഡലുകളുടെ പ്രൈസ് പറയുകയാണെങ്കിൽ 16 128 GB പ്രൈസ് 79,900 രൂപയായിട്ടാണ് വരുന്നത്. ബാക്കിയുള്ള പ്രൈസ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇനി പ്ലസിലേക്ക് വന്നു കഴിഞ്ഞാൽ 128 GB, അതായത് ബേസ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 89,900 രൂപയായിട്ടാണ് വരുന്നത്. ഇനി പ്രോ മോഡലുകളായിട്ടുള്ള 16 പ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് മോഡൽ വന്നിട്ട് 128 GB ആണ്. ഇതിൻ്റെ പ്രൈസ് 1,19,900 രൂപയായിട്ടാണ് വരുന്നത്. ഇനി പ്രോ മാക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 256 GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 1,44,900 രൂപയായിട്ടാണ് വരുന്നത്. അപ്പോൾ പ്രൈസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം നോൺ പ്രോ മോഡലുകളിൽ വരുന്നില്ല. പക്ഷേ പ്രോ മോഡലിലെ പ്രൈസ് നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ 15 പ്രോയുടെ പ്രൈസ് എന്ന് പറയുന്ന 128 GB പ്രൈസ് 1,34,900 രൂപയാണ്. അതുപോലെ തന്നെ പ്രോ മാക്സിൻ്റെ പ്രൈസ് 1,59,990 രൂപയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു 15,000 രൂപയുടെ ഡിഫറൻസ് പ്രോ മോഡലുകളിലൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പം നല്ല രീതിയിലൊക്കെ തന്നെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. സോ അത് അത്യാവശ്യം നല്ല കാര്യം തന്നെയാണ്. പ്രൈസ് കൂടാതെ കുറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത നോൺ പ്രോ മോഡലുകളുടെ പ്രൈസ് 14 തൊട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് വരാറുള്ളത്, 80,000 രൂപ. അതിൽ വ്യത്യാസം വരുന്നില്ല. പക്ഷേ പ്രോ മോഡലുകളുടെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഐഫോൺസിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് തന്നെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രോ എൻഡ് മോഡലുകൾ ഇനി അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് 15 പ്രോ മാക്സ് എന്ന് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തന്നെ വരുന്നില്ല. എല്ലാത്ത രീതിയിൽ നോൺ പ്രോ മോഡലുകളിലും അപ്ഗ്രേഡ് ചെയ്തതിന് അത്യാവശ്യം ഒരു പുതിയ ഡിസൈനൊക്കെ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അപ്ഗ്രേഡ് ചെയ്താൽ ഞാൻ കുഴപ്പമില്ല. പ്രോ മോഡലുകൾ അങ്ങനെ പൈസ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത രീതിയിൽ ഒരു അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം അങ്ങനെ വലുതായിട്ടില്ല. എന്നാലും ഒരുപാട് ഫീച്ചേഴ്സൊക്കെ തന്നെ വരുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ പോയിട്ട് വാങ്ങാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.